ഹായ് മക്കളെ, ജെയ് മെയിൻസ് 2026 സെഷൻ 1 അപ്ലൈ ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് NTA പുറത്ത് വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിരുന്നു, നിങ്ങളൊരു സിറ്റി ചൂസ് ചെയ്തിരുന്നു അല്ലേ. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സിറ്റി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു സിറ്റി NTA അലോട്ട് ചെയ്യും. മോസ്റ്റ് പ്രോബ്ലി നമ്മളുടെ പ്രൈമറി സിറ്റി തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ചോളം വരാറ്. എന്നാൽ ചില റെയർ കേസുകളിൽ അപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കൂടുകയും അവിടെ എക്സാം സെൻറ്റേഴ്സിൽ സീറ്റ് കുറവാണെങ്കിൽ മേ ബി നിങ്ങളുടെ സെക്കൻഡ് ഓർ തേർഡ് ഓപ്ഷൻ സിറ്റീസിലോട്ട് പോവാറുണ്ട്. അപ്പോൾ ഇത് നേരത്തെ അറിയിക്കുന്ന പ്രോസസ്സിനാണ് സിറ്റി ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പോൾ അത് NTA ഇന്നത്തോടുകൂടി പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത അതേ സൈറ്റിൽ, അതായത് jmain.nta.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സിറ്റിയിലാണ് എക്സാം സെന്റർ എന്ന് അറിയാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എക്സാം സെന്റർ ഏത് സിറ്റിയിലാണെന്ന് അറിയാൻ പറ്റൂ. അതായത് നിങ്ങൾ കൊച്ചി അപ്ലൈ ചെയ്തതാണെങ്കിൽ കൊച്ചി എന്ന് മാത്രമേ അതിൽ അലൗഡ് ആയിട്ട് കാണുള്ളൂ. അല്ലാതെ കൊച്ചിയിൽ എവിടെ ഏത് സെന്ററിൽ എന്നുള്ള ഒരു കാര്യം ഇതിൽ ഉണ്ടായിരിക്കുന്നില്ല. മറ്റൊരു കാര്യം, എക്സാം ഡേറ്റിന്റെ കാര്യത്തിലോ അതായത് എക്സാം ടൈമിങ്ങിന്റെ കാര്യത്തിലോ ഇതിൽ ഒരു അപ്ഡേറ്റും ഉണ്ടാവില്ല. അതിൽ നിങ്ങൾ പേടിക്കേണ്ട, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതായത് ബേസിക്കലി ഇതൊരു ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് അല്ല, ജസ്റ്റ് നിങ്ങളുടെ ഏത് സിറ്റിയിലാണ് നിങ്ങൾക്ക് എക്സാം സെന്റർ എന്നറിയുന്ന ഒരു പ്രോസസ് മാത്രമാണ്. ബാക്കി അതിൻ്റെ നിങ്ങൾ ഏത് സെന്ററിലാണ്, ഏത് ഡേറ്റിലാണ്, ഏത് ടൈം സ്ലോട്ടിലാണ് എന്നുള്ള അപ്ഡേറ്റ് എപ്പോഴാണ് വരിക, അത് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്താണ് വരിക. അത് വൈകാതെ ഇനിയുള്ള ഏതാനും ദിവസങ്ങളിലുള്ളിൽ നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. അത് എക്സാമിനോട് ചേർന്ന ദിവസങ്ങളിലാണ്, ഒരു 3-4-5 ഡേയ്സ് ബാക്കിലാണ് അനൗൺസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് NTA സൈഡ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം jmains.nta.nic.in പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. എക്സാം ഡേറ്റിലും മറ്റു കാര്യങ്ങളൊന്നും മാറ്റില്ല. അതായത് 21 തൊട്ടിട്ട് 28 വരെയുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഏത് സെഷൻ ഡേറ്റും 21, 22, 23, 24, 25-നും 26-നും ഇല്ല, 28-നുള്ള ഈ സെഷൻസിൽ നിങ്ങൾ പേപ്പർ 1-ഉം ഇനി പേപ്പർ 2 ആണെങ്കിൽ പേപ്പർ 2A ആണെങ്കിൽ 29-നുള്ള ആ ഡേറ്റ്സിലായിരിക്കും ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ അതിനനുസരിച്ച് ട്രാവൽ അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുക. കാരണം ദൂര സ്ഥലങ്ങളിലെ സിറ്റീസിൽ ഇൻ കേസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്കുള്ള ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ്, ബസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു ഇൻറ്റിമേഷൻ പ്രോസസ്സ് മാത്രമാണിത്. അപ്പോൾ അത് ഇപ്പം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക.